Yo, Whisper84, let's get you some viewership. Bro, I think I kind of am on your side now. Like, more than viewership, what I enjoy is like the story. Atom, I really enjoyed it so far because I think ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റോറി കോൺവെർസേഷൻസ് ഡയലോഗ്സ് ആ ഒരു ഫിസിക്കൽ ഹ്യൂമർ ഇതൊക്കെയാണ് ഞാൻ ജനറലി ഒരു ഫിലിമിൽ എൻജോയ് ചെയ്യുന്നത്. ഫോർ ദാറ്റ് സെയിം റീസൺ ജനറലി ഒരു മാസ് മൂവിയേക്കാൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കാന്താരയുടെ ഫസ്റ്റ് 2022 വേർഷൻ കണ്ടതിനേക്കാളും എനിക്ക് ആട്ടം ഇഷ്ടപ്പെട്ടു. കാരണം I think for me, I value more of the non like cinematography or mass elements. Yeah, I think Kantara is something that I want to watch. Kantara chapter 1 really good feedback ആണ് കിട്ടുന്നത്. So that also I think OTT-ൽ വന്നിട്ടുണ്ട്. So that is something that I'll look into. അയ്യപ്പനും കോശിയും കണ്ടു ബ്രോ. പിന്നെ മായാവോ ഇത് മലയാളം മൂവിയാ? വാട്ട് ഇസ് ദിസ്? ഇതൊക്കെ എപ്പോൾ? 2018 An old man wants grand funeral similar to one of his late father. Okay, let me see. Let me get some opinion and I will probably check it out. Okay. So Atom 12 Angry Men. Actually, yeah. ഈ 12 Angry Men പറയുന്നത് ആൾക്കാർ കണ്ടിട്ടുണ്ട്. സോ എൻ്റെ ഓഫീസിലൊക്കെ ആൾക്കാർ ഞാൻ ആട്ടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ലൈക്ക് എനിക്ക് പ്രോപ്പറായിട്ട് ഫിലിം അനലൈസ് ചെയ്യാൻ അറിയാമെന്ന് തോന്നുന്ന രണ്ട് ആൾക്കാരുണ്ട്. അവരൊക്കെ നല്ല പോസിറ്റീവ് ഒപ്പീനിയനാണ് പറഞ്ഞത്. 12 Angry Men അവർ മെൻഷൻ ചെയ്ത് കേട്ടിട്ടുണ്ട്. I haven't seen that movie, but I'll probably have to watch it. And there's also like a question of who did it, right? Which person did it? So one of them did it, and I definitely don't think it is Hari. Like it's somebody else. I don't think it's Vinay Fort. Not Vinay. But let's see. Dara cheyida nalla doubt. കാരണം പല ആൾക്കാരും at this point സസ്സാണ്. So we'll see. ഇവരെല്ലാം ആക്ച്വലി അവരായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. നെയിംസ് ഒന്നും ചേഞ്ച് ആയില്ല. ജോളി, സിജിൻ സജീഷ് സിജിൻ, ജോളി ആൻ്റണി എസ് ജോളി, പ്രശാന്ത്, മദൻ ആസ് മദൻ്റെ കാര്യത്തിൽ ഞാൻ ഇതുവരെ സസ്സലായിരുന്നു. ബട്ട് വെൻ ഈ ആസ് ഫോർ ദാറ്റ് CCTV റൈറ്റ്, അപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചു. നോക്കണം. Yeah, but he can also try and get the CCTV to ensure that it is Hari who did it. But we'll see. ആരാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അതായിരിക്കും. ഐ തിങ്ക് ദാറ്റ്സ് എ ഗോൾ. ബൈ ദ എൻഡ് ഓഫ് ദിസ് മൂവി ഞാൻ പ്രഡിക്ഷൻ വയ്ക്കാം, എന്നിട്ട് വിൽ സി. ആട്ടത്തിൻ്റെ ഡീകോഡിങ് മൂവീസ് ഉണ്ടാവും, ഡീകോഡിങ് വീഡിയോസ് ഉണ്ടാവും. സോ മേ ബി ഇഫ് I'll have a prediction at the end of this and then we can watch the decoding video. Other maybe we'll do it in another video, but this video will be too long if you do that. Okay, let's go. Copyright, distortion and okay. The Bluetooth device is connected successfully. നീ എന്നോട് താങ്ക്സ് പറ. എന്താ കാര്യം? കാര്യമൊക്കെ പറയാം, നീ ആദ്യം താങ്ക്സ് പറ. ശരി, താങ്ക്സ്. എന്താ കാര്യം പറ. വാ. എന്ത് സംഭവം? അങ്ങനെയാണെങ്കിൽ 3 മാസം ഒരു യൂറോപ്പ് ട്രിപ്പ് പോകാൻ റെഡി ആയിക്കോ. നീ മാത്രമല്ല, നമ്മുടെ ഗ്രൂപ്പ് ഫുള്ള്. നമ്മുടെ നാടകം ഇന്റർനാഷണൽ ആയടാ, ഇന്റർനാഷണൽ. വെള്ളം അടിച്ചിട്ടുണ്ടോ? അതാ എനിക്ക് തോന്നി ഇയാൾ ഉണ്ടാക്കി പറയാൻ. നാളെ വൈകുന്നേരം നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് ഒരു ഉഗ്രനടി ഇരിക്കും. എനിക്ക് മനസ്സിലായില്ല. എമിലിയമ്മേ, അവർ നമ്മുടെ നാടകം കണ്ട് ഞെട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇന്ന് രാവിലെ എന്നോട് വിളിച്ചു പറയാം പെട്ടെന്ന് ആ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. ചെന്നപ്പോൾ എന്താ ഒരു ഉഗ്രൻ ഓഫർ. വരുന്ന ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം നമ്മുടെ ടീം ഫുള്ള് ഇംഗ്ലണ്ടിലോട്ടൊരു ട്രിപ്പ് പോകുന്നു. Okay, I don't know if he's making this up, but 3 മാസം മൊത്തം 18 പ്രോഗ്രാംസ്. മാസം എന്ന് പറഞ്ഞാൽ 90 ദിവസം. കളി ഒരു 18 ദിവസം പോയി കഴിഞ്ഞാൽ ബാക്കി 72 ദിവസം. ഇത് കേട്ടിട്ട് അവന്മാര് കാല് മാറും. ബാക്കി തെണ്ടുകൾ പൊളിക്കുന്നു, അറമാദിക്കുന്നു. അത് മാത്രമല്ല, oh no, this is not good. 2000-3000 ഒന്നുമല്ല, ഒരാൾക്ക് 8 ലക്ഷം കൂടെ അങ്ങോട്ട് ക്ഷണിച്ചോണ്ടുള്ള അവിടുത്തെ ഗവൺമെന്റ് കത്ത് വരെ അവരെ കാണിച്ചു. അറിയോ? എനിക്ക് എന്നാലും ഒരു സസ് അടിക്കണം. ഇനിയിപ്പോൾ മറ്റേതിൻ്റെ ഇവനാണോ ചെയ്തേ? കൺട്രോളറാ ദീപക്. എന്നിട്ട് അത് ഒളിക്കാൻ വേണ്ടി. ദീപകേ, അയ്യോ ഞാൻ വന്നിട്ട് ഓ ഷെറ്റ്, ഇതിൻ്റെ പേരും പറഞ്ഞ് ഇവന്മാരിനി തന്നെ നമ്മുടെ 8 ദിവസം ഉണ്ടാവും. ഇതൊരു സംഭവമല്ലോ. നീ സാറിനെ അറിയിച്ചോ? ഇല്ല, ഞാൻ സാറിനെ വിളിച്ചായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. ഇത് ഫോണിൽ കൂടെ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. പക്ഷെ സാറ് നാളെ നേപ്പാൾ പോകും. ഞാൻ അറിഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. നീ ആയിട്ട് ഇതാരോടും പറയാൻ നിൽക്കണ്ട. സാറ് നാളെ കൊണ്ട് സാറ് തന്നെ എല്ലാവരോടും പറയട്ടെ. അതാണല്ലോ എൻ്റെ ശരി. എനിക്ക് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് മാറാൻ വേണ്ടിയിട്ടോ ഒരാളോടെങ്കിലും പറയണമല്ലോടാ.
ദീപകേട്ടൻ വിളിക്കണ്ടല്ലോ. എടുക്കണ്ട, ഞാൻ വണ്ടിയിലുണ്ടോന്ന് അറിയാനാ. നമുക്ക് വിട്ടേക്കാം. ഞാൻ എന്നാ വിട്ടേക്കാം. മൊബൈൽ. അതെ, ഞാൻ interesting 8:30 വിളിക്കാം. എവിടെയാണോ? പിന്നല്ലാതെ അവള് നമ്മുടെ ഓരോരോ നായികയല്ലേ. ഉറപ്പില്ല, ചിലപ്പോ എന്റെ ഭാര്യയും കൂടെ കാണും. അഞ്ജലിക്കൊരു കമ്പനി ആവുമല്ലോ. He did not do this, that's for sure. നീ ആ പാടെ പിടിവിട്ട് നിൽക്കുകയാണല്ലോ അല്ലേ? ഇപ്പൊ അപ്പോ അയാള് സിനിമ കാണാനല്ലേ? അതെ, ഹരി. ആ, ഹരി എന്നാ പേരല്ലേ? ആ, മാംജി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, വോട്ടും ചോദിക്കുന്നില്ല. എന്റെ വാപ്പിച്ച് വോട്ട് ചെയ്താ ആ വിരലും കൊണ്ടങ്ങ് എത്തിയാ മതി ബൂത്തിലേക്ക്. ശരി. Okay. ഇവരിനി ഇത് പഴം പിഴുങ്ങിയ പോലെ നിൽക്കണം. എല്ലാതെ എന്തെങ്കിലും ഒന്ന് പറയുന്നു. നമുക്ക് യോഗ ഒന്ന് കൂട്ടിയാൽ മതി. അതെ, എന്ത് വർത്താനോട് ചുമ്മാ അങ്ങോട്ട് പറഞ്ഞു കളേ യോഗ ഇല്ലെന്ന്. നമ്മൾ അവനെ പുറത്താക്കാൻ നോക്കണം, അവൻ നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കണം. this is not good. അഞ്ജലി ഇല്ലെന്ന് വരണ്ടെന്ന് പറ. എന്തെങ്കിലും പറഞ്ഞ് മുടക്കാൻ പറവിനെ എടുത്ത് ഞാൻ വിളിക്കാം. മാഞ്ചേട്ടോ, ഇവർക്ക് തന്നെയായിരുന്നു നിർബന്ധം. അവളിങ്ങോട്ട് വന്നേ തീരുമെന്ന്. I don't like this. എടാ, നീ എവിടെയാ? ഇനി അയാൾ ഉണ്ടാക്കി പറയണോ? അഞ്ജലിയോ? ഓ, മറ്റേ ഹരി പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ആരോടും പറയില്ലെന്ന്. That means he's hiding something. Okay. Look, he doesn't want. He might be making this up. Okay, did he do it? രക്ഷയില്ല, അവർ കണ്ടു. സെൽവൻ ചേട്ടൻ എന്തിനാ എന്നെ വിളിച്ചത്? നീ സാരയുടെ ഒപ്പം ഉള്ളതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണ്. ആ വൃത്തികെട്ടാണ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. ആ കാര്യം അവർക്ക് നിന്നോട് നേരിട്ട് പറയണം. എല്ലാവരും നിൻ്റെ കൂടെയാണെന്ന് നിന്നെ കൺവിൻസ് ചെയ്യണം. അത്രയേ ഉള്ളൂ. Oh no, I don't like this. ഒന്ന് ആലോചിക്കണ്ടേ ഏട്ടാ? നമുക്ക് Oh ആലോചിക്കണ്ടേ? God, this is bad. പുറത്തോട്ട് പോകാം, നമുക്കത് ആലോചിക്കാം. ഒരു വലിച്ചോണ്ട് ആലോചിക്കോടല്ല, മദൻ ചേട്ടനോടാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അതെ, ഞാൻ എല്ലാം പറഞ്ഞത് ആണ്. ഞാൻ കുറേ കാര്യങ്ങൾ ആലോചിച്ചപ്പോഴേ ഞാൻ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആകാതെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. But it's not. ഇത് വലിയ ഉറപ്പൊന്നുമില്ല, ഒരു സംശയമാണ്. ഈ ഫോട്ടോ നോക്കിയേ, ആളെ മനസ്സിലായ? സമയം നോക്കിയേ, ഇതെങ്ങനെ ശരിയാവും? അതെ, ലോകത്ത് ഒരു പെണ്ണും ഇങ്ങനൊരു കാര്യത്തിൽ കളവ് പറയില്ല. അതുകൊണ്ട് നീ ഒരുപാട് CBI കളിക്കണ്ട, കേട്ടല്ലോ? എടാ, this guy is. I have this guy is suspicious. ഹലോ. അതാ എന്തൊക്കെയാ പല കാര്യങ്ങൾ എനിക്കത് കാര്യം അറിയുന്നുണ്ട്. തന്നെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടാണ്. സിജുനും സന്തോഷേട്ടനും സുധീരേട്ടനൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പിൽ നല്ല ഡൗട്ടുണ്ട്. അവരുടെ സംസാരത്തിൽ പലപ്പോഴും എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും പിന്നെ നമ്മുടെ ഈ റിലേഷൻഷിപ്പ് ഇവരറിഞ്ഞാൽ എന്താ കുഴപ്പം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ബെസ്റ്റ് ആയിരിക്കും. But that is the right thing to do. അറിഞ്ഞു Yeah. കഴിഞ്ഞാൽ ഞാനും നീയും കൂടെ ഹരീനെ ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കളിക്കുന്ന നാടകമെന്നേ പറയുള്ളൂ. അല്ല, നടക്കാനും പോകുന്നില്ല. നിനക്ക് എന്റെ അതെ, കാര്യത്തിൽ she's ഇതുവരെ got ഒരു a point, ഉറപ്പുണ്ടായിട്ടില്ല, bro. അല്ലേ? അഞ്ജലി, എൻ്റെ ഈ ഡിവോഴ്സ് കലാപരിപാടി ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാവരും അറിയിക്കാം. പോരെ? മതിയോ? He's not. Oh no. ഇത്തിരി മുമ്പ് അവനെ പുറത്താക്കണം എന്ന് പറഞ്ഞാൽ ഒപ്പം കോപ്പ് കേട്ടത്. അതെ, ഇയാൾ മാത്രമാണ്. He's the only logical person here. അതല്ലേ ആ കത്തെല്ലാം മേശപ്പുറത്തിരിക്കണത്, കൊണ്ടേ കൊടുത്തിട്ടില്ലല്ലോ. എടാ, ഇത് ദൈവം തീരുമാനിച്ചതാ. അല്ലെങ്കിൽ ആ സായിപ്പിന് മദാമയ്ക്ക് ഇങ്ങനെ ഒരു ഓഫർ കാലുമാറുന്നൊരു ഈ മതം കീഴെടുത്ത് വീട്ടിൽ വന്ന് പറയാൻ തോന്നിയില്ലേ? എടാ, ഇതാ ഞാൻ പറഞ്ഞത്, ഇത് കർത്താവിന്റെ കളിയാ. നമ്മൾ മുന്നേ എടുത്ത തീരുമാനത്തിൽ എന്തോ പൈസ ഉണ്ടെന്ന് എനിക്ക് തോന്നണം. എന്റെ പൊന്നേട്ടാ, ഒരു നിസ്സാര എമൗണ്ട് ആണോ? ഇത് എന്റെ മാത്രം അവസ്ഥയല്ല. പൈസ കണ്ടിങ്ങനെ കാല് മാറല്ലേ ബ്രോ? എന്തിനാ ജോളി ഇപ്പൊ ഇങ്ങനെ ഒരു കണക്കെടുപ്പ്? അല്ല പറയട്ടെ, അയച്ചേട്ടാ. This is not right. പമ്പിലൊക്കെ പോയ എണ്ണ കിട്ടാനാണ്. മുടങ്ങാണ്ട് പോയ 8,000 രൂപ. 8,000 രൂപ നിനക്കാ? ഇയാളും കാല് മാറാൻ പോവാണോ? മാസമല്ലേ? ഒരു ഇയാള് മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. ഇവനുണ്ട്. നിനക്ക് എത്ര ഉണ്ടാ? ബ്രോ, എല്ലാവർക്കും ഇതൊക്കെ തന്നെ കിട്ടണത്. പൈസ അത്യാവശ്യം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. താൻ നീ ചോദിച്ചു പരത്തണ്ട. എടോ, ഞങ്ങളെ പോലെ അല്ല താൻ. എനിക്ക് സ്വന്തമായിട്ട് ട്രാവൽ ഏജൻസി ഉണ്ട്. ട്രാവൽ ഏജൻസിന്റെ അമ്മൂമ്മട. ഇവിടെ 14 ലക്ഷം രൂപ കടത്തില്ല ഞാൻ. നിങ്ങൾക്ക് കിട്ടുന്നതിന് പകുതി എനിക്ക് കിട്ടാനില്ല. കഴിഞ്ഞ ആഴ്ച ഓഫീസിൽ പലിശക്കാർ വന്ന് എല്ലാ സാധനവും എടുത്തിട്ട് പോയി.
അത് ഹോസ്റ്റലാകും, നമ്മളെല്ലാവരും കുടുങ്ങും. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അവർ നമ്മൾ ഇങ്ങോട്ടിലേക്ക് കൊണ്ടുപോകും തോന്നുന്നുണ്ടോ നിനക്ക്? എടാ ബുദ്ധിയില്ലേ നിനക്ക്? എടാ ഇയാള് നോക്ക്, ഹരിയേട്ടൻ എനിക്ക് തന്ന ചെക്ക 1.5 ലക്ഷത്തിന്റെ. ഇത് കീറി കളഞ്ഞിട്ടാണ് അങ്ങേരെ പുറത്താക്കാൻ നിങ്ങൾ പറഞ്ഞ ലെറ്ററിൽ ഞാൻ ഒപ്പിട്ടത്. തനിക്കത് കൈ കിട്ടിയ പൈസ അല്ലായിരുന്നോ? അതെന്തിനാണ് എടിപിടി എന്നൊക്കെ പറഞ്ഞ് അവന്റെ പൈസ വാങ്ങിച്ച് അവനിട്ട് ഒരു കുത്തി കൊടുക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാണ്ട്. ആ അതെ, അറിയാത്തോണ്ടാണ്. അത് തന്നെ കാര്യം. പിന്നെ ഈ ഡെൻമാർക്ക്, നോർവേ എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങളുണ്ടല്ലോ, സുന്ദരമായ സ്ഥലങ്ങളാ, കണ്ടിരിക്കേണ്ടതാണ്. അഞ്ജലിയുടെ കാര്യത്തിൽ നിങ്ങളുടെയൊക്കെ മനസ്സിപ്പം മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല. ഞാനൊരു വഴി പറയാം. നമ്മൾ അഞ്ജലിയോട് ഹരിയെ പുറത്താക്കാൻ പോകുമെന്ന് തന്നെ പറയണം. പക്ഷെ സാറ് ഇതൊന്നും അറിയാൻ നിൽക്കരുത്. ആ ഒപ്പിട്ട പേപ്പറും പരിപാടിയും ഒന്നും കാണിക്കാനും നിൽക്കരുത്. മദൻ ചേട്ടനും ഹരിയേട്ടനും കൂടെ പോയി ഇന്ന് വൈകുന്നേരം സാറിനെ പോയി കാണണം. നാളെ നിങ്ങൾ 3 പേരും കൂടെ പോയി സായിപ്പിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് സംസാരിച്ചുറപ്പിക്കണം. എന്നിട്ട് വേണം ഹരി അഞ്ജലി കയറി പിടിച്ച കാര്യം സാററിയാൻ. അവൾ വന്നത് നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ അപ്പം തന്നെ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് അയാളെ പുറത്താക്കാൻ തീരുമാനിച്ച കാര്യം കൂടി പറയണം. മനസ്സിലായ? മനസ്സിലായില്ല. ഒരു വളഞ്ഞ ഗെയിമാണല്ലോ. ഈ സംഭവം നമ്മളെല്ലാരും ഇന്നല്ലേ അറിഞ്ഞേ. നമ്മളിത് ആരും അറിഞ്ഞിട്ടില്ല. അവൻ ഈ സായിപ്പും മദാമയൊക്കെ ആയിട്ട് വർഷങ്ങളുടെ പരിചയമുണ്ട്. അവനോടുള്ള താല്പര്യം കൊണ്ടാണ് അവർ നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. അല്ല, നമ്മുടെ നാടകത്തിന്റെ മഹത്വം കൊണ്ട് മാത്രമാണ് തെറ്റിദ്ധരിക്കല്ലേ. അവൻ അയച്ചേട്ടൻ, മദൻജി, സെൽവൻ ചേട്ടൻ, സുധീർ, നിങ്ങൾ 4 പേരും കൂടി പോയി അവളോട് അവന് വേണ്ടി മാപ്പ് പറയണം. വേണ്ടി ആ നിങ്ങളോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് അവൾ ക്ഷമിക്കും. അല്ലാതെ ഈ മണ്ടം പറഞ്ഞ പോലെ ട്രിപ്പിന്റെ കാര്യമൊന്നും മിണ്ടിയേക്കരുത്. അതൊക്കെ പിന്നീടുണ്ടായ സംഭവമായിട്ടാണ് അവളറിയാൻ. അജിത് ചേട്ടൻ എൻ്റെ കൂട്ടത്തിൽ നിൽക്കല്ലേ അജിത് ചേട്ടാ, പ്ലീസ്. ഐ ഡോണ്ട് ലൈക്ക് ദിസ്. ഫേസ് ചെയ്യും പിന്നെ സെൽവൻ ചേട്ടൻ വിളിച്ചപ്പോൾ നീ എന്തിനാ വരാന്ന് പറഞ്ഞു? ചേട്ടനിങ്ങനെ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഈ സെൽവൻ ചേട്ടനോടൊക്കെ ഇങ്ങനെ വരാൻ പറ്റില്ല എന്ന് പറയാ. Dude, I hate this so much. അവനെ കണ്ടിരുന്നില്ല എന്നൊക്കെ. അപ്പം ഞാൻ നീ കണ്ടിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവന്മാരും നിന്നോടൊന്നും ചോദിക്കാൻ പോകുന്നില്ല. ഇൻ കേസ് ചോദിച്ചാൽ നീ കണ്ടു എന്നൊന്നും ഉറപ്പിച്ച് പറഞ്ഞങ്ങനെ. കണ്ടു എന്നല്ലേ പറയുന്നത്, സംശയം ഉണ്ടാ. അല്ലേ, ഷീസ് നോട്ട് ഷുവർ. വണ്ടിയൊന്നും എനിക്കിങ്ങനെ കള്ളം പറയാൻ പറ്റില്ല. നീ എന്തിനാ മദൻ ചേട്ടനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പോയതല്ല അഞ്ജലി. ഞാൻ ഈ കാര്യം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പുള്ളി എന്നോട് ചോദിച്ചു അവൾ അവനെ കണ്ടോ ഇല്ലയോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി. ഇപ്പം നീ അവനെ കണ്ടിട്ടില്ല എന്നും നിന്റെ തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയല്ലേ വിനയ് ഞാൻ നിന്നോടെന്ന് പറഞ്ഞ് എനിക്ക് വേറെ ആരോടും പറയണ്ട. ഞാൻ ഈ ഗ്രൂപ്പ് വിട്ട് പൊയ്ക്കോളാം. എനിക്കത് മനസ്സിലാകുന്നില്ല കേട്ടോ. അതായത് അവൻ നിന്നെ കയറി പിടിച്ചു, എന്നിട്ട് നീ ഗ്രൂപ്പ് വിട്ട് പോകുന്നു. അവനല്ലേ ഗ്രൂപ്പ് വിട്ട് പോകണ്ടേ? That is a fair point. But no, we don't know it is him. സേഫ് ആയി കരുതുന്ന ഒരു സ്പേസിൽ പക്ഷെ എനിക്ക് സംഭവിച്ചതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എനിക്ക് കള്ളം പറയാൻ പറ്റില്ല. കയറി പിടിച്ചോ? നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. പിടിച്ചോ ഇല്ലേ? നീ അവനെ കണ്ടോ? ഇല്ല. അവന്റെ പോക്കറ്റിൽ നിന്ന് തെറിച്ചു പോയ കുണാപ്പ മാത്രമുള്ള നിന്റെ തെളിവായിട്ട് അല്ലേ? അത് മാത്രമല്ല, അത് അയാൾ തന്നെയാണ്. അതേ മണം. എനിക്കിത് മതി. ഗ്രൂപ്പിൽ അവതരിപ്പിക്കുമ്പോ ഇത് മതിയാവില്ല. നീ ഒന്നും ചെയ്യണ്ടേ. ഞാൻ നിന്നോട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു, അവനെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞു, ചെയ്തില്ല. ഫേസ്ബുക്കിൽ അവനെതിരെ പോസ്റ്റ് ഇടാൻ പറഞ്ഞു, അതും ചെയ്തില്ല. ഇനിയിപ്പോ ഗ്രൂപ്പിലും പറയണ്ടേ? ഓക്കെ, ഇത് ഈഗോകാർ കളിക്കാണ്. ഇവളുടെ അവസ്ഥ ഇവിടെ മനസ്സിലാക്കണം. പിടിച്ചു കൊടുത്തതിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ നാടകം കളിച്ച് കിടക്കണോ? ഗ്രൂപ്പിൽ പോയി പറഞ്ഞു നീ അവനെ കണ്ടിട്ടില്ല. മാഞ്ചേന്റെ മുമ്പിൽ ഞാൻ കള്ളനാവും. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞോളാം. അതത് ഞാനാണ് മദൻ ചേട്ടനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. ഗ്രൂപ്പ് വിട്ട് പോകേണ്ടവരില്ല. Don't do this, man. Please don't do this. Just do the right thing. ഇത്രേ ഉള്ളൂ, ഭാഗ്യമില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഹരി ഇന്ന് ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ ഒന്ന് കാണണം, ആ കറക്കത്തിനിടയിൽ ഈ ബലൂൺ പൊട്ടണമെന്നും ചെറിയൊരു ആഗ്രഹം, ചുമ്മാ ഒരു വട്ട്. Oh no. ഞാനെന്തൊരു വൃത്തികെട്ടവനാണെന്നല്ലേ നീ ഇപ്പോൾ ആലോചിക്കുന്നത്?
Yes, ആ dude. പെമ്പറ്റിനെ കയറി പിടിച്ചവൻ്റെ അവതാരത്തിൽ ലോകം കറങ്ങാൻ ഇങ്ങനെ അങ്ങ് പതറണമെങ്കിൽ അല്ലേ? ഇങ്ങനെ പറയുമ്പോൾ ഇത് നല്ല ഫീൽ ഇമോഷണൽ ആയിട്ട് തോന്നും. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എ സിറ്റുവേഷൻ മാൻ. ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. അയാൾ എന്നെ കയറി പിടിച്ചു എന്ന് തെളിയിപ്പിക്കാൻ ഞാൻ എന്തൊക്കെ കള്ളങ്ങൾ ഇനി പറയണം? മദൻ ചേട്ടനോടാണ് Don't lie. Please don't lie. It won't sustain. കണ്ടു എന്ന് പറയണം. God, no. ഇനി വേറെന്തൊക്കെ ഞാൻ പറയണം? ഒന്നും ചെയ്യാത്തൊരു പാവത്തിനെ കൊടുക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കി പറയുന്ന കഥയൊന്നുമല്ലല്ലോ അഞ്ജലി. മോളെ നിനക്ക് ചായ വല്ലതും വേണ്ട മദൻ ചേട്ടാ, വെള്ളം എടുക്കട്ടെ കുടിക്കാം. വേണ്ട. എന്നാ നീ മോളോട് ഞങ്ങളോട് വരാം, എല്ലാവരും കൂടി സംസാരിക്കണ്ടല്ലോ. പുറത്താക്കാനാണ് തീരുമാനവും തന്നെ പറഞ്ഞേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ തീരുമാനിച്ചതുപോലെ മാപ്പ് പറഞ്ഞ് കാര്യം സാധിച്ചെടുക്കും. നമ്മുടെ ട്രിപ്പിൻ്റെ കാര്യം Oh God, this is just a... മാപ്പ് പറയുന്ന കാര്യം അത് അയച്ചേട്ടൻ അങ്ങ് പറഞ്ഞാൽ മതി. 8 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരാൾക്ക് 8 ലക്ഷം രൂപയാണ് കിട്ടാൻ പോകുന്നത്. ഇത് തന്നെ തിരിച്ചും മറിച്ച് പറയണ്ട, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പൈസ കണ്ടപ്പോ നിന്റെ അണ്ണാക്കിറങ്ങി പോയടാ. ഇവന്മാരാരെങ്കിലും അവളോട് ഈ കാര്യം പറയും? ഒന്നുമില്ല, അതെന്തോ കോംപ്രമൈസ് എടുക്കാനുള്ള പരിപാടിയില്ല. കോംപ്രമൈസാ? ചിന്തിക്കൂടി വേണ്ട. ഈ ഒരു ഒറ്റ കാര്യം മതി അവൾ എന്നെ ഇട്ടിട്ട് പോവാൻ. ഓ, നിനക്കിപ്പോ അതാണല്ലേ, ഇട്ടിട്ട് പോയാ മതിയല്ലേ? എല്ലാ എണ്ണത്തിൻ്റെതാണല്ല. ഇങ്ങനെ നിനക്ക് ക്ഷമിക്കാൻ പറ്റിയ നമ്മുടെ ഗ്രൂപ്പൊന്നും അലയാതിരിക്കും. സാറും രണ്ട് വിഷമിക്കും. ഇവരോട് ഞാനാ പറഞ്ഞത്, കൊച്ചനോട് സംസാരിച്ചു നോക്കാം. അയച്ചേട്ടനാ പറഞ്ഞത്. അങ്ങനെ സംസാരിച്ചാൽ വല്ല കാര്യം ഉണ്ടാവും അയച്ചിട്ട് തോന്നിയോ? അവളിത് പോലീസ് This is bad. നേരാണോ? അതൊന്നുമില്ല, ഞാനത് എൻ്റെ കയ്യിൽ നിന്നിട്ടാണ് മഞ്ചേട്ടനോട്. സുധീറെ അവളോട് ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മളിപ്പോൾ ചോദിക്കണേ. അവൾക്ക് എന്തും പറയാനുള്ള അധികാരമുണ്ട്. നീ കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് അവനുള്ളൂ. ഞങ്ങൾ അവന് വേണ്ടി വാദിക്കുകയാണെന്ന് വിചാരിക്കണ്ട. എനിക്കിനി അയാളെ കാണുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. എനിക്ക് കുറച്ച് സമയം വേണം ആലോചിക്കാൻ. ആലോചിക്കും മോളെ, സമാധാനത്തിൽ ആലോചിക്കും. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടാണെന്നും കൂടി ആലോചിക്കും. എന്ത് ചേട്ടാ ഇനി എനിക്കൊന്നും ആലോചിക്കാനില്ല. എന്നെ കൂടെ തെറ്റാണെന്നാണല്ലോ. അയാൾ എന്നോടല്ലേ ഇങ്ങനെ ചെയ്തത്? ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇനി ഒരു കോംപ്രമൈസിന് ഞാനില്ല. മോളെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞല്ല മോളെ. കാരണം അതൊന്നും ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അയാളുടെ ഈ ബൂർഷ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുന്നത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് അജി പറഞ്ഞത്. നീ നോക്ക്, അവനെ പുറത്താക്കാനുള്ള ലെറ്റർ. ഞങ്ങൾ വെറുതെ ബ്ലഫ് ചെയ്തതല്ല, എല്ലാവരുടെയും ഒപ്പ് നോക്ക്. നീ അവിടെ സമാധാനമായിട്ടൊന്ന് വായിച്ചു നോക്കി. സെൽവൻ ചേട്ടൻ പഴയ ആള്. പുള്ളി പറഞ്ഞതിനോടൊന്നും ഞങ്ങൾ യോജിക്കുന്നില്ല. മദൻജി ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത് തീരുമാനം എഴുതിയിരിക്കുന്നത്. തന്നോട് ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസ് പിടിച്ചു ചോദിച്ചു. നമുക്ക് വേറൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുമെന്നൊരു ഡിസ്കഷൻ വന്നു മോളെ. അപ്പം ഞാൻ പറഞ്ഞു അഞ്ജലിയോട് ചോദിക്കാം, ലെറ്റർ ഡിസൈഡ്. എനിക്ക് ആർട്ടിസ്റ്റ് കൊണ്ട് ഒരു കുന്തം ആവണ്ട. എനിക്കിനി അയാളെ ഫേസ് ചെയ്യാനോ അയാളോട് അഭിനയിക്കാനോ പറ്റില്ല. അവൾ ഇത്ര സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും എന്താണ് ഇത് മനസ്സിലാവാത്തത്? ഇത് വേറെ ആരും മനസ്സിലാക്കണ്ട വിനെ. ഇത് എനിക്കല്ലേ സംഭവിച്ചത്. ബാക്കി ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. പോലീസ് കേസാക്കുന്ന ഒറ്റ പേടി, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവനെ പുറത്താക്കാൻ തീരുമാനിച്ചത്. അല്ലാതെ സീൻചേട്ടൻ പറഞ്ഞ പോലെ വിശ്വാസവും വാങ്ങിയൊന്നുമല്ല. സനുഷ, നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി. എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്തം നീ ഏറ്റെടുക്കണ്ട. എല്ലാവരുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. അല്ലാതെ അവന് ഇത് ചെയ്യണം നമ്മൾ അങ്ങനെ നേരിട്ട് കണ്ടിട്ടാണോ പുറത്താക്കാൻ തീരുമാനിച്ചത്? അല്ലല്ലോ, പേടി. അല്ലാണ്ട് എന്താണ്? നീ പേടിത്തോ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു, അതൊന്നും ആരും ചോദിക്കാൻ പാടില്ല. അതൊക്കെ വലിയ തെറ്റാണല്ലോ. പറയണത് അങ്ങനെ തന്നെ അങ്ങോട്ട് വിഴുങ്ങിക്കൊള്ളണം. വിശ്വസിക്കണവർ വിശ്വസിച്ചാൽ മതി. നിങ്ങൾക്കൊക്കെ ഇത് എന്തിൻ്റെ ഭ്രാന്താണ്? എന്നാൽ പിന്നെ ഉള്ള കാര്യം കൂടെ പറ. ഞാൻ അത് മാത്രമായിട്ട് എന്തിനാ? പ്രശാന്ത്, എന്തുള്ള കാര്യം? വെറുതെ കിടന്ന് പിച്ചും പേയും പറയല്ലേ. മതിയാക്ക്. കുറെ നേരം ഈ നാടകം. അവളെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? നീ വന്നേ അഞ്ജലി, പോവാ. നീ വാ. അഞ്ജലി, ഒരു മിനിറ്റ്. എല്ലാവരും കണ്ടോ? അന്ന് റിസോർട്ടിൽ വെച്ച് ഞാനുണ്ടല്ലേ നമ്മൾ ഉടക്കിയായിരുന്നു. പാരാത്രിയപ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്ത് അപ്പം എടുത്ത ഫോട്ടോ ആണത്, സ്ക്രീൻഷോട്ട്. ഈ ആളെ നോക്കിയേ, എല്ലാവരും നോക്ക്. ഈ കിടന്നുറങ്ങണേണ് ഹരിയേട്ടൻ. നല്ല ഉറക്കത്തിലാണ്. ആ സമയം കൂടി ഒന്ന് നോക്കിയേ, 2:12. അഞ്ജലി പറഞ്ഞത് വെച്ച് നോക്കണമെങ്കിൽ ഹരിയേട്ടൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ചെയ്തു എന്നാണ്. Okay, now he's confused. Now she's confused. He doesn't know. രാവിലെ ഇത്ര ആളുകളുമായിട്ട് അലച്ചോണ്ടിരിക്കാനാ. ഇത് എവിടെ കൊണ്ട് വെച്ചിരിക്കാനാ? അത് ഞാൻ
ഇതല്ല ഇവൻ നേരത്തെ കാണിച്ചേ, ഇവനാണ് ഈ ഫോട്ടോ ചെയ്തത്. പ്രശ്നമുള്ള അഞ്ജലി നോക്കിയേ. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? മതി മതി നിർത്ത്. ഇച്ചിരി മോശം അർത്ഥത്തിൽ എടുക്കരുത്. നീ ആ സമയത്ത് നല്ല ഉറക്കായിരുന്നില്ലേ? അവനെ നീ കൃത്യമായിട്ട് കണ്ടാണോ? എന്ത് ചെറ്റത്തരോടോ ഇത്? ചെറ്റത്തരം ആയിക്കോട്ടെ. അവള് അന്ന് 2:12 വരെ എൻ്റെ റൂമിൽ ഉറങ്ങിക്കിടന്ന ആള് 2:30 മണിയായപ്പോൾ അവിടെ എങ്ങനെ എത്തിയെന്ന് എനിക്കറിയണം. കിടന്നൊരു എവിടെയാ കിടന്നത്? അവിടെ ഒന്ന് പറയാൻ നമുക്ക് സന്തോഷം. അവിടെ ഒരു ദിവാൻ ഉണ്ടായിരുന്നു, അവിടെ ഞാൻ കിടന്നത്. I don't like this. കിടന്നൊരു ടമ്മിക്ക് നല്ല കോൾഡും പനിക്കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷാജിത്ത് പറഞ്ഞു എ സിയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജനൽ തുറന്നിട്ടത്. ഈ സംഭവം നടന്നപ്പോൾ നീ ഉറങ്ങായിരുന്നില്ലേ? അഞ്ജലി, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സമ്മതിച്ചു. അവൻ റേഞ്ചില്ല എന്ന് പറഞ്ഞൊരു 10 പ്രാവശ്യം ടെറസിലേക്ക് പോകുന്ന നമ്മൾ കണ്ടതല്ലേ? ടെറസിലേക്ക് പോകുന്ന വഴിയായിരുന്നില്ലേ ഉള്ള മുറി? പോകുന്ന വഴി ചെയ്തായിരിക്കും. അല്ല, നിങ്ങളെല്ലാവരും എന്താണ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒന്നും പ്രൂവ് ചെയ്യാനല്ല, എൻ്റെ ഒരു സ്ട്രോങ് ഡൗട്ടാണ്. നീ അന്ന് നന്നായി കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഉറക്കത്തിലുമായിരുന്നു. ഷാജിദ ഒന്നും അറിഞ്ഞിട്ടുമില്ല. ഇത് ടാക്ടൈൽ ഹാലൂസിനേഷൻ അല്ലേ എന്നൊരു സംശയം. ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കാണാം. ഈ ആഴ്ച മുഴുവനൊന്നും വർക്ക് സൈറ്റിൽ പോവാതെ വീട്ടിൽ അടച്ചു പൂട്ടിക്കുന്നൊക്കെ തോന്നലായിരുന്നു അല്ലേ? അത് കുറച്ച് ഓവറായി പോയി മദൻ. ഈ ഫോട്ടോ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് എനിക്ക് ഈ സംശയം മുഴുവൻ ഉണ്ടായത്. ഇനിയിപ്പോൾ നീ പുള്ളിനെ കണ്ടു നീ ഉറപ്പിച്ച് പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമോ? ഹരിയേട്ടൻ ഓടിപ്പോണം നീ ശരിക്കും കണ്ട? എല്ലാവരും കേട്ടല്ലോ, ഇപ്പോൾ അവനെ കണ്ടിട്ടില്ലെന്നേ. കണ്ടില്ലേ പിന്നെ എന്തിനാടി കണ്ടെന്ന് മുതലെടുത്ത് കള്ളം പറഞ്ഞത്? അതൊക്കെയായാലും ഇത് വളരെ മോശമായി പോയി അഞ്ജലി. ഒന്ന് ആലോചിച്ച് നോക്കേ, ഇവളുടെ വാക്കും കേട്ട് നമ്മളവനെ പുറത്താക്കിയിരുന്നുള്ള അവസ്ഥ. ഉള്ളതുപോലെ പറഞ്ഞു. ഇതിലേട്ടാ ഞാൻ പറഞ്ഞപ്പോ എന്തായി? അപ്പൊ എന്നെ ഞാൻ ചോദ്യം കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല. നീ കണ്ടെന്നല്ലേ പറഞ്ഞു, അത് പറ. അവള് പറഞ്ഞില്ല കണ്ടില്ലെന്ന്, നീ പറഞ്ഞോണ്ട് കാണിക്കണ്ട. അല്ല, നീ ഇത് അറിഞ്ഞേ പറ്റുള്ളൂ. നീ ഇത് എന്തുദ്ദേശിച്ചാൽ ഇങ്ങനെ ഒരു കള്ളക്കഥ അടിച്ചിറക്കിയത്? കള്ളക്കഥയൊന്നുമല്ല. ഓടിപ്പോയ ആളുടെ പോക്കറ്റിൽ സാറിന്റെ താക്കോലാന്ന് എല്ലാവർക്കും അറിയാലോ. Okay, right. But somebody else was in possession of that tackle. So, who was it? Who did it? ഈ താക്കോലാണ് ബിഗസ്റ്റ് എവിഡൻസ്. വേറെ ആരുടെ കയ്യിലാണ് താക്കോല്? ആ താക്കോൽ എങ്ങനെ ഉണ്ടാവും എടുത്ത് തോന്നുന്നത്? നീ എന്നെ നോക്കാനാണെങ്കിൽ ഞാൻ നിന്നെ നോക്കും. ആ താക്കോൽ എങ്ങനെടാ അവിടെ അടുത്ത് വന്നത്? ഓ നോ, ഇയാളുണ്ടാ? ഇയാളെൻ്റെ ഔട്ട് ഓഫ് സസ്പീഷൻ ലിസ്റ്റിലുള്ള ഒരാളായിരുന്നു, പക്ഷെ ഇപ്പം എല്ലാവരും സസ്സാണല്ലോ. ആഹാ, എന്താ ടൈമിങ്! സുഖമല്ലേ എനിക്ക്? ഇവിടെ പറഞ്ഞത് ശരിയാ. താക്കോല് പുറത്തേക്ക് ഇടില്ലല്ലോ അല്ലേ? അതെ. ചെയ്തത് അവനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, കാരണം തെളിവ് ധാരാളം മതി. എന്നാൽ അഞ്ജലി, അവൻ ഓടിപ്പോകുന്നത് കണ്ടു എന്ന് നീ എന്തിനാണ് മദനോട് കള്ളം പറഞ്ഞത്? നല്ല സുധീരട്ടെ, ഇതിപ്പോ കണ്ടതുപോലെ തന്നെ. എന്ത് മരുന്നാണ് ചേട്ടാ? 5-6 കടയിൽ കിട്ടാൻ വേണ്ടി പാടാടാ. പിന്നെ എന്നെ ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യും. അതെ, ഈ കീ അയാൾക്കങ്ങ് കൊടുത്തേച്ചാൽ മതി കേട്ടോ. പേടിക്കാനൊന്നും ഇല്ല. ഇത് കേസാക്കാനോ നാട്ടുകാരോട് പറയാനോ ഒരു ഉദ്ദേശം എനിക്കില്ല. എനിക്കിങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എൻ്റെ ആഗ്രഹം. ഈ ചാവിയല്ലേ തെളിവ് അല്ലേ? ഈ ചാവി തന്നെയല്ലേ തെളിവ്? അന്ന് ഞാനും ഹരി ഒറ്റ മുറിയിലായിരുന്നു. അന്ന് രാത്രി സിഗരറ്റ് ഉണ്ടാക്കണമെന്നും പറഞ്ഞ് അയാളുടെ താക്കോല് മേടിച്ചിട്ടുണ്ടോ ഇവനാണ്. നീ കണ്ട? അല്ലടാ, നീ കണ്ട? ആണ്, ഞാൻ കണ്ടു. അതിനുശേഷമാണ് മിസ്സായേക്കണത്. എന്താ സനോഷ് പറയുന്നതിൽ നിങ്ങൾ സത്യമുണ്ടോ? നീ എന്താണ് പറയണത്? എനിക്കെന്ത് വട്ടാ? ഇവ പകപോക്കാണവൻ. എന്താ നീ കണകുണ പറയാണ്ട് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. അവന്റെ കയ്യിൽ നിന്ന് നീ ചാവി വാങ്ങിയോ ഇല്ലയോ? ഇല്ലടാ. കള്ളത്തരം വേണ്ട. പുള്ളി ആ ഇവിടെയുള്ള ഏതൊരു ഡൈനിങ് ടേബിളിന്റെ കൊട്ടയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ. ഞാനത് എടുക്കാൻ പോയി, ആ കൊട്ടയുടെ ഒരു കുന്തം ഉണ്ടായില്ല. കുറച്ച് മുന്നേ ജോളി പറഞ്ഞല്ലോ നീ പാതിരാത്രിക്ക് അഞ്ജലി കിടന്ന റൂമിൻ്റെ അങ്ങോട്ട് പോകണമെന്നുണ്ടെന്ന്. നീ എന്തിനാ അങ്ങോട്ട് പോയേ?
Oh no. ഞാനെന്തിനാ അഞ്ജലിയുടെ റൂമിൽ അതെനിക്കൊരു ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു മരുന്ന് കിട്ടുമെന്ന് അറിയാൻ ഷാജിത്തയുടെ അടുത്ത് പോയതാണ്. അപ്പൊ ഇവൻ തന്നെ കണ്ട, ഞാൻ വെറുതെ പറഞ്ഞ ആ ജോലി കണ്ടു എന്നൊക്കെ. ഷാജിദെ വിളിക്ക്. അപ്പോഴേക്കും ഇവൻ കഥയുണ്ടാക്കി തലവേദന. നീ വിട്. 10-20 വർഷം പത്രത്തിൽ ജോലി ചെയ്തവനാ ഞാൻ. ഇതിലും വലിയ കള്ളന്മാരെ കണ്ടിട്ടുണ്ട്. നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടാ കള്ളലക്ഷണം. കള്ളത്തരം നിർത്തിയിട്ട് മര്യാദക്ക് സത്യം പറയടാ. ഞാനാണോ ഒന്നറി കള്ളം പറയണത്? ഉള്ള കഥയെല്ലാം അങ്ങനോട് പറഞ്ഞ് എന്നിട്ട് നമ്മുടെ അടുത്ത് അവതരിപ്പിച്ചാണ് അയാള്. അഞ്ജലി നേരിട്ടൊന്ന് ഇയാളുടെ ഒലത്തിയതാണെന്ന്. ഒരു കോപ്പൂല. ഇവൻ എങ്ങനെയെങ്കിലും ആ ഹരീനെ ഒന്ന് പുറത്താക്കണം, അതാ കാര്യം. പിന്നെ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് നീ. സന്തോഷേട്ടൻ ഞാനും ഹരി തമ്മിലുള്ള പ്രശ്നം പൊക്കിക്കൊണ്ടുവന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനോട് അവതരിപ്പിക്കാൻ പറഞ്ഞത്. ഞങ്ങൾ പൊട്ടം കളിപ്പിക്കാൻ മതം കൂട്ടു നിൽക്കണ്ടായിരുന്നു കേട്ടോ. ഗ്രൂപ്പിന്റെ നന്മക്കരുത് ഞാനൊരു കാര്യം ഏറ്റെടുത്ത് ചെയ്ത് ഇത്ര വലിയ കുറ്റമായോ സന്തോഷം? ഷാജിദ് എന്താ പറഞ്ഞു സുധീരെ? അവനെ കണ്ടെന്നാണോ? എന്താ ആലോചിക്കുന്നത് സുധീരെ? ഷാജിദ് എന്താ പറഞ്ഞത്? നന്ദനെ പറ്റിയാണെങ്കിൽ അവൻ ടാബ്ലറ്റ് വാങ്ങിക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നു. എല്ലാരും കേട്ടോട്ടാ. വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. അതിപ്പോൾ എങ്ങനെ നിങ്ങളോട് പറയണ്ടേന്നാണ്. എന്ത് പറഞ്ഞു? പറയടാ. മോള് കണ്ടെന്നാ പറഞ്ഞത്. അഞ്ജലി ചേച്ചിയും വിനയ് ചേട്ടനും കൂടി കിസ് ചെയ്യുന്നത് കണ്ടു എന്നാ പറഞ്ഞത്. ഉണ്ടാവും നിങ്ങളെയൊക്കെ. അല്ല, എനിക്കും ഉണ്ടായിരുന്നു. ഇനിയില്ല. നിന്നോട് ഞാൻ എത്രയാണോ ചോദിച്ചിട്ടുണ്ടോ? നീയും ഈ നിൽക്കണമെന്ന് നമ്മൾ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോന്ന്? പ്രശ്നം കൈ എടുത്ത് മാറ്റ്. ദിസ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ്. കല്യാണം കഴിച്ച ഒരുത്തന്റെ കൂടെ ഉണ്ടാക്കി നടക്കണം നിന്നെ പോലത്തെ ഒരുത്തിനാണ് ഞാൻ ഇത്രയും കാലം തലയിൽ വെച്ചിട്ട് എടുത്ത് വെച്ചത് അല്ലേ? അതിനടുക്ക് അവന്റെ ഒരു പ്രേമം. സെൽവൻ ചേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവര് സെറ്റപ്പ് ആണെന്ന്. ഇനി നാളെ നിനക്കൊരു തോന്നൽ വരുവാണ്, ഞാനാണത് ചെയ്തെന്ന്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? പത്ത് മിനിറ്റായി നിന്റെ പുറകെ അടക്കാൻ തുടങ്ങിയിട്ട്. നീ വാദം നിങ്ങൾ സംസാരിക്കും. അതെല്ലാം കഴിഞ്ഞു വിനയ. ഇനി ആരെങ്കിലും ഞാനില്ല. അഞ്ജലി, ഞാൻ നിന്റെ കൈയും കാലും പിടിച്ച് പറഞ്ഞതല്ലേ നീ അവനെ കണ്ടു എന്ന് പറയണം എന്നുള്ളത്. അവനല്ലല്ലോ ചെയ്തേ. ഞാൻ അയാളെ കണ്ടില്ല വിനയ്. അതുകൊണ്ടാണ് കണ്ടില്ല എന്ന് പറഞ്ഞത്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? അല്ലെങ്കിൽ പിന്നെ ആരാ? അത് മറ്റൊരാൾ പോലും ചോദിച്ചില്ല. That should have been the question to tackle. ഇപ്പൊ ആലോചിക്കുമ്പോ തോന്നുന്നു അഞ്ജലി, നീ പറഞ്ഞായിരുന്നു ശരി. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. നിന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല. നിനക്കും അങ്ങനെ തന്നെ വിശ്വസിക്കാനുള്ള ഇഷ്ടം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എടുത്തിയാട് മാഞ്ചാനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. Oh God, you. Okay, this is making me hate him so much, man. ഹരി ആയിരിക്കുമോ ചെയ്തത്? ഓ, ജൂലിയെ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡായി. നിനക്ക് എന്താണ് അഞ്ജലി തോന്നുന്നത്? എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും ഹരിക്ക് വേണ്ടി വാദിക്കുന്നത് കണ്ടപ്പോൾ ആ വീട്ടിൽ ഹരിയുടെ ഒരു പ്രസൻസ് ഞാൻ ഫീൽ ചെയ്തു. അവിടെ ഒരു സംഭവം നടന്നു. എന്താ? ഓ, അപ്പൊ ഞാൻ ഗ്രൂപ്പ് വിട്ടു പോയതല്ല, അവരെന്നെ പുറത്താക്കിയതല്ലേ? നീ പറഞ്ഞ ട്രിപ്പ് പോവാൻ. അങ്ങനെയല്ലടി. അവരെത്ര വലിയൊരു സംഭവം കേട്ടതിൻ്റെ ഒരു ഇതില്
ആദ്യം നന്ദൻ എന്നോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അട്ടിച്ചാണ്ട കാരണം കുട്ടി പൊട്ടിക്കാനാണ് തോന്നിയത്. പെട്രോൾ പമ്പിൽ പണിയെടുക്കുന്നവനൊക്കെ ഇത്ര വലിയൊരു ഓഫർ കിട്ടുമ്പോൾ അവർ പിന്നെ പേരെങ്ങനെ ചിന്തിക്കാനാണ് അല്ലേ? ഷെഫ് എന്താ ചിന്തിക്കുന്നത്? അല്ല ഞാനിപ്പോ എന്താ, എനിക്കൊരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഈ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഉറപ്പാണ്. ഇത്രയും നേരം her reaction makes sense. നീ ഇപ്പൊ ട്രിപ്പിനെ പറ്റി എന്നാണെങ്കിൽ ഇപ്പോൾ പോയിട്ടുണ്ടാവും പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോഴത്തെ പിള്ളേരെ പറ്റി അറിയാൻ പാടില്ലായിട്ടാണ്. അവള് പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെ സുധീറെ, അവിടെ നമുക്ക് ഡീൽ ചെയ്യാന്നേ. ചെയ്തു എന്ന് പറഞ്ഞ ആളെ അവള് കണ്ടിട്ടില്ല, അവളന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈടാ അവളുടെ കയ്യിൽ തെളിവെന്ന് പറയാൻ ആ താക്കോല അതാ മേശപ്പുറത്തിട്ടിട്ട് അവൾ ഇറങ്ങിപ്പോയത്. തനോഷേ, നിന്റെ CCTV പേടിയൊന്നും വേണ്ടട്ടാ. ഞാൻ വിളിച്ചു ചോദിച്ചായിരുന്നു, അവിടെ ഒന്നും CCTV ഒന്നുമില്ല. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റട്ടാ, നമ്മളെപ്പോലെ ഭൂലോക ചെറ്റകള് പറഞ്ഞാൽ സത്യമാണ് തന്നെ എനിക്ക് തോന്നുന്നത്. അവളെ കയറി പിടിച്ച ഒന്നിലും ഹരിയേട്ടൻ അല്ല നമ്മുടെ കൂട്ടത്തിലാള്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ അത് നീയായിരിക്കുള്ളൂ. എന്ത് വർത്താനം ഈ പറയുന്നത്? ചേട്ടാ, നിങ്ങൾക്ക് ആ ഹരിയേട്ടനെ വിളിക്കാൻ വല്ല ഉദ്ദേശം? പിന്നെ വിളിച്ചോണ്ടിരിക്കുന്ന കട്ടിയല്ലോ. അങ്ങ് എടുക്കുകയറി കുറേ നേരമായല്ലോ അവർ വിളിച്ചോണ്ടിരിക്കും. നേരത്തെ വിളിച്ചപ്പോഴും ഹരി ഡിസ്റ്റർബ്ഡ് ആയിരുന്നല്ലോ. ഡിസ്റ്റർബൻസ് സാറേ, ഞങ്ങളുടെ ഡ്രാമ ടീമിലുള്ള മദനൻ 2 മാസം മുമ്പ് അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ ഒരു ക്രൗൺ പ്ലാസോട്ട് വരാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ അന്ന് കൊല്ലത്താണ്, ഹൈഫ് ഹൗസിൽ നല്ല മഴയായിട്ട്. ഞാൻ രാത്രി തന്നെ വണ്ടി എടുത്ത് 100 വിട്ടു. നായനാകെന്ന് പറഞ്ഞാൽ അവിടെ വലിയ മോഹമില്ല സാറേ. പ്ലാസയിൽ നിന്നപ്പോൾ ഫ്രണ്ടും ഇല്ല, ഓസ്ട്രേലിയ ഇല്ല, ആരും ഇല്ല. അവനവൻ്റെ കുറച്ച് പത്രക്കാർ ഫ്രണ്ട്സുമായിട്ട് നല്ല കള്ളുകൂടിയാണ്. അവൻ പെറ്റു വെച്ചാ ഏത് പാതിരാത്തിൽ അവൻ വിളിച്ചാലും ഒരു സിനിമാക്കാരൻ ഓടി വരുമെന്ന് പറഞ്ഞു. അന്നൊന്നും പറഞ്ഞില്ല. മനസ്സ് മാറിയെന്ന് പോവുകയുള്ളു. അങ്ങനെ പോരെ. യൂറോപ്പ് തനിക്കിപ്പോ അതാണില്ലേ വിനയ് ദുരന്തം. ഭാര്യയുടെ ചെറിയ കടി നിർത്തണേ. ആ പിന്നെ വിളിക്കുന്നുണ്ടല്ലോ. പിന്നെ ബോംബങ്ങ് പൊട്ടിച്ചേക്കാം അല്ലേ? നമുക്ക് ആ യൂറോപ്പ് അങ്ങ് മാറ്റി പിടിച്ചിട്ടേ ആസ്ട്രേലിയ ആക്കിയാലോ? ആസ്ട്രേലിയ അതാകുമ്പോഴേ മറ്റേ എന്നെ നായകനാക്കിയ നിന്റെ ഫ്രണ്ട് പ്രൊഡ്യൂസറിനെ കൂടെ കാണാമല്ലോ. ഞാനങ്ങ് മറന്നു കരുതിയോ മോനെ? അതെ പറഞ്ഞില്ലല്ലേ, വെറുതെ പറയണ്ട. ഞാൻ തിരിച്ച് നിന്നെ ഒന്ന് കറക്കി. 1-1 ഇതിവിടെ തീർന്നേ അളിയാ. ഒന്നും മനസ്സിൽ കിട്ടേണ്ടായിരുന്നു. അതെ അതെ, എന്നാലേ പഠിക്കുള്ളായിരുന്നു. എസ്പെഷ്യലി ഇവനും വിനയും. ഇവൻ കാലമാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൻ പറഞ്ഞെന്താ പറ്റി? പാവം. She did not deserve this, man. It's messed up. Seriously messed up, man. സലീം ചേട്ടൻ പറയുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് കള്ളു കുടിച്ചുകൊണ്ടാണ് അയാൾ എന്നെ കയറി പിടിച്ചതെന്ന്. സലീം ചേട്ടൻ, നോട്ട് സെൽവൻ ചേട്ടൻ. ഇനി ഒരു കോംപ്രമൈസിന് ഞാൻ ഇല്ല. സോഫിയ, ഒരു മിനിറ്റ്. 2:12 എന്റെ മുറിയിൽ കിടന്നുറങ്ങിയിരുന്ന ഈ കപിൽ എങ്ങനെ നിന്നെ കയറി പിടിച്ചെന്നാ പറയുന്നത്? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നോ? എടോ, തന്നോട് ഞങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് വിളിച്ചു വെച്ചിട്ടുണ്ടോ? കപിലിനെ പിടിച്ച് പുറത്താക്കുക എന്നല്ലാതെ നമ്മൾ കലാകാരന്മാർക്ക് വേറെ ഒന്നും ചെയ്യാനില്ലേ? മോളോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കള്ളു കുടിക്കരുതെന്ന്. ആരും ഒന്നും വിശ്വസിക്കണ്ട. അലക്സിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ആദ്യം നീ കപിലിന്റെ പേര് പറഞ്ഞു, അത് ഞങ്ങൾ വിശ്വസിച്ചു. സോഫിയ, നീ നമ്മുടെ ഗ്രൂപ്പ് ഇട്ട് പോകരുത്. അത് ചെയ്തത് ഞാനാണ്. എന്ത് ബാധയാണ് കയറിയെന്ന് എനിക്കറിയില്ല. മുമ്പ് ഒരിക്കലും നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ചെയ്തത് ഞാനാണ്.
ഇല്ല, നീ വാ, ഞാൻ ആരുടെ മുമ്പിലും പറയാം, ചെയ്തത് ഞാനാണ്. നിനക്കെന്നെ കാണണ്ടേ സോഫിയ? വേണ്ട, എനിക്ക് എന്നെ കാണണ്ട. തിരിച്ചു പോയിക്കോ. ആരോടും ഒന്നും പറയണ്ട, ആരും ഒന്നും അറിയണ്ട. ഞാൻ പറഞ്ഞല്ലോ പൊയ്ക്കോളൂ. നീ ആരാണെന്ന് എനിക്ക് അറിയണ്ട. നീയും ആ 11 പേര് തമ്മിൽ ഇന്ന് എനിക്കൊരു വ്യത്യാസവും ഇല്ല. Yeah, they fucked up big. They messed up big, man. Welcome her with a big round of applause. Madan. ഇനി അഞ്ജലി സംസാരിക്കട്ടെ അല്ലേ? I think you can start by introducing your teammates. ഞാൻ എൻ്റെ 12 ടീംമേറ്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അൽതാഫ്, എല്ലാവരും ഉണ്ടല്ലോ. ആദിൽ, കൃഷ്ണജിത്ത്, കാല് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബാക്കി എല്ലാവരും കാല് മാറിയായിരുന്നു. വിപിൻ, വിനയ്, നീയും കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പോസ്റ്റ് എടുത്ത് സീൻ എന്തേലും അത് ഞാൻ വേഗം നോക്കുന്നത്. ഞാൻ ഇനി പത്താക്കാം. ഓക്കെ, എനിത്തിങ് അപ്പോൾ ആരാ നമുക്കറിയില്ല. ഓക്കെ, നമുക്ക് കാസ്റ്റ് നോക്കട്ടെ. ഓക്കെ, ക്ലോസ് ദർ ഡീറ്റെയിൽസ്. കാസ്റ്റ് വിനയ് ഫോർട്ട് കാസ്റ്റിൻ്റെ. ഓക്കെ, ഓക്കെ, ഇത്ര പേരുള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടോ? മിസ്റ്ററി കാസ്റ്റ് ആൻഡ് ക്രൂ. ഓക്കെ, ഫോട്ടോസ് ഇല്ല. ഗിവ് മീ ഫോട്ടോസ് മാൻ. സന്തോഷ്, സെൽവരാജ് എല്ലാവരും ഉണ്ട്, പക്ഷെ എനിക്ക് ഫോട്ടോസ് വേണം. By the way, this was a phenomenal recommendation. Okay, like Whisper Creativity, if you're still watching, I really like this one. I really like this movie because ഞാൻ പ്രതീക്ഷിച്ചത് അവസാനം ആരാണ് ചെയ്തതെന്ന് റിവീൽ ചെയ്യുമെന്നാണ്, അവസാനം ഒരു ഫിഗർ ഔട്ട് ചെയ്യുമെന്നാണ്. പക്ഷേ വിനയ്, ഈവൻ ദോ ഹി വാസ് ലൈക്ക് വെരി സപ്പോർട്ടീവ് ഓഫ് അഞ്ജലി, പുള്ളിക്കാരനും ഒരു ഈഗോ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അത് എൻ്റെ ആയപ്പോൾ ഫുള്ളി മനസ്സിലായി. He kind of cares more about himself rather than അവരുടെ റിലേഷൻഷിപ്പ്. ആ ഒരു എന്താ പറയുക, എൻഡിൽ അഞ്ജലി ചിരിച്ചതിന് മുമ്പ് ഡയലോഗ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം നിന്നെ ചെഫിന് എന്താ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു ട്രിപ്പ് നീ ഇല്ലാതെ പോകാൻ പറ്റില്ല എന്ന എന്ത് ഡയലോഗാണ് അത് അടിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അതുകൊണ്ട് നമ്മൾ വിനയനെ വെറുക്കും ഇൻ ദി എൻഡ്. പക്ഷെ ഇതിൽ ലോജിക്കലായിട്ട് ചിന്തിച്ച ആൾക്കാരുണ്ട്. ഇപ്പോൾ സന്തോഷും എന്താ പറയുക, പ്രശാന്തല്ല, പിന്നെ വേറെ ആൾക്കാരുണ്ടല്ലോ, മറ്റേ 1-2 പേര് സംശയമുണ്ട്. പക്ഷെ എനിക്കിത് ആരാന്ന് കണ്ടുപിടിക്കണം. ദിസ് ഇസ് എ വണ്ടർഫുൾ മൂവി. താങ്ക് യു സോ മച്ച് ഫോർ ദ റെക്കമെൻഡേഷൻ. ഐ റിയലി ലൈക്ക് ദിസ് മൂവി. സോ this is like one of the coolest movies I've seen. Okay, there's no question about that. Okay, let me take a picture. Which one? Right, okay, this is good. Okay, can I just open this website up? Let's increase it. Prashant, Santosh, Sanosh. Okay, Santosh, Sanosh, Aji, Sudhir, Jolly, Madan, Selvan, Sijan, Nadan. Okay, Vinay alla, Hari alla. Baki very 3 suspects. Right. പ്രശാന്ത് ആ ചെക്കും കയറി കളഞ്ഞ് ഇവർക്ക് വേണ്ടി വൗച്ച് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ ഇവനല്ല ചെയ്തിട്ടില്ല. കാരണം ഇവൻ ഗിൽട്ട് ഉണ്ടായിരുന്നു, ബട്ട് നോട്ട് ഗിൽറ്റി ഇൻ എ വേ ദാറ്റ് ലൈക്ക് ഞാൻ ചെയ്തു എന്നുള്ളൊരു രീതിയിലല്ല ഗിൽറ്റി ആയിരുന്നത്. റൈറ്റ്.
പക്ഷെ പ്രശാന്ത് പിന്നെ പുള്ളി സപ്പോർട്ടീവായിരുന്നു അഞ്ജലിക്ക്. അത് ഇതർ ആ ചെയ്തതിൻ്റെ ഗിൽറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതായിരിക്കും. പക്ഷേ ഓക്കെ, എനിക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമുക്ക് നോക്കാം. സിജിൻ ആൻഡ് സെൽവൻ, ജോളി. കാരണം ജോളിയാണ് ഹരി അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഹരി ആണെന്ന് തോന്നുകയാണെങ്കിൽ, ലൈക്ക് ഇവൻ അറിയായിരുന്നെങ്കിൽ, അല്ല ഇവനാണ് ചെയ്തതെങ്കിൽ മോസ്റ്റ് ലൈക്ലി ഇവൻ ഹരി ആണെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കില്ല. എവിഡൻസ് കൊണ്ടുവന്നത് അതെല്ലാം ജോളി തന്നെയാണ്. വേറെ ആളാണെന്ന് തോന്നിപ്പിച്ചെടുക്കാനും ജോളിയാണ് ശ്രമിച്ചത്. അപ്പോൾ ജോളിയാണ്. അപ്പോൾ ജോളിയെ എലിമിനേറ്റ് ചെയ്യുന്നു. നോട്ട് ജോളി. സിജിൻ ലോജിക്കലായിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ടൈം സംസാരിച്ചത്. പിന്നെ ആകെ ഒരു സംശയം തോന്നിയത് സന്തോഷ് വന്നിട്ട് ഈ ചാവി എങ്ങനെ അവൻ്റെ അടുത്ത് എത്തിയെന്ന് ചോദിച്ചു. അത് മാത്രമാണ് ഒരു ക്വസ്റ്റ്യനബിൾ സിനാരിയോ. അതുകൊണ്ട് സിജിന് സ്റ്റിൽ ഡൗട്ട്. സനോഷിന് എനിക്ക് സംശയമില്ല. കാരണം ഹി വാസ് ദ മോസ്റ്റ് ലോജിക്. പ്രോബബ്ലി പെട്ടെന്ന് കാലുമാറാത്ത, എന്താ പറയുക, സ്വന്തം ഒപ്പീനിയനിൽ ഉറച്ചു നിന്ന ഒരാൾ സനോഷാണ്. സോ സനോഷ് ആൻഡ് ജോളി ഐ എം എലിമിനേറ്റിംഗ്. സന്തോഷും ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എഡ്ജി ലൈൻസ് ഉണ്ടെങ്കിലും ഐ ഡോണ്ട് തിങ്ക് ഹീ ഈസ് ദ വൺ ഹൂ ഡിഡ് ഇറ്റ്. മദൻ CCTV ഉണ്ടോയെന്നൊക്കെ വിളിച്ച് ചോദിച്ചു. പിന്നെ വേറെ സസ്പീഷ്യസ് ആയിട്ടുള്ള ബിഹേവിയർ ഒന്നും കണ്ടതായിട്ട് ഓർക്കണില്ല. അതല്ലാതെ എനിത്തിങ് CCTV വിളിച്ച് ചോദിച്ചത് വേറെ ആരെന്നറിയാൻ വേണ്ടിയാവാം. പക്ഷേ പോലീസിൽ കേസ് കൊടുത്താൽ പണിയാവുമോ എന്നറിയാൻ കൂടി വേണ്ടിയാവാം മദൻ ചെയ്തത്. ഓക്കെ, മേ ബി മദനെ നമുക്ക് ഒഴിവാക്കാം ഫോർ നൗ. നന്ദൻ അവിടെ പോയിരുന്നു. ഗുളിക ഹെഡേക്കിൻ്റെ ഇത് വെച്ചിട്ട്. പിന്നെ അതിൻ്റെ ചാവി അവൻ കള്ളം പറഞ്ഞതാണോ അതോ ചാവി എടുത്തു എന്നുള്ളത്. ഇവൻ ചാവി എടുക്കാൻ വേണ്ടി പോയി, പക്ഷേ ചാവി എടുത്തുള്ളൂ എന്നുള്ളത് ഡൗട്ട്. നന്ദൻ്റെ കാര്യത്തിൽ സംശയമുണ്ട്. സുധീറിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം ഹരി അല്ല എന്ന് ഉറപ്പ് വന്നിട്ടും ആ ഒരു എവിഡൻസ് വന്നിട്ട് പുറത്ത് കാണിക്കാൻ ഇവർ റെഡി ആയിരുന്നില്ല. ഹരിയുടെ മേലിൽ തല വച്ച് കൊടുക്കാനാണ് ഇയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്, സുധീർ. ഓക്കെ, അപ്പം എനിക്ക് ഏറ്റവും സംശയമുള്ള ആൾക്കാർ സുധീർ, നന്ദൻ, സെൽവനെ സംശയമില്ല. ഹീസ് ലൈക്ക് എൻ ഔട്ട്ഡേറ്റഡ് ഗായ്, ഔട്ട്ഡേറ്റഡ് ഒപ്പീനിയൻസ്. ഹീസ് നോട്ട് എൻ ഔട്ട്ഡേറ്റഡ് ഗായ്, ഹി ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് ഔട്ട്ഡേറ്റഡ് ഒപ്പീനിയൻസ്. സോ മോസ്റ്റ് ഓൺ ദ സസ്പെക്ട് നോട്ട് സന്തോഷ്. സുധീർ, നന്ദൻ, ഷിജിൻ ഒരു ചെറിയ ഡൗട്ട്. ബിക്കോസ് ഷിജിൻ, വാട്ട് ഡിഡ് ഹി ഡു? ആ താക്കോൽ എങ്ങനെ അവൻ്റെ കയ്യിലെത്തി എന്ന് ചോദിച്ചു സന്തോഷ്. വൈ? അതാണ് എനിക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നിയത്. വേറെ പുള്ളിക്കാരുടെ ഡയലോഗ്സിൽ വേറെ എന്താ പറയുന്നത്, എനിത്തിങ് ദാറ്റ് മേക്സ്. പുള്ളിക്കാരൻ ആദ്യം ലോജിക്കലായിട്ടാണ് പറഞ്ഞത്. ടുവേർഡ്സ് അഞ്ജലി സപ്പോർട്ട് ചെയ്തു. ഇവൻ പറഞ്ഞ് മറ്റേ ഉറപ്പില്ല, ഹരി അല്ലെന്ന് ഹരി ആണോ അല്ലയോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞു. അത് തുടക്കം തൊട്ട് സിജിന പറഞ്ഞത്. പിന്നെ താക്കോൽ കിട്ടിയപ്പോഴും അഞ്ജലി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ആൻഡ് ഈവൻ ഓപ്പർച്യൂണിസ്റ്റിക് ആയിരുന്നില്ല. ആ താക്കോലിൻ്റെ കാര്യം മാത്രമാണ് ഡൗട്ട്. നന്ദൻ്റെ കയ്യിൽ കിട്ടിയില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ വേറെ ആരും താക്കോൽ എടുത്തായിരുന്നു. അത് ആരുടെ കയ്യിലാണെന്നുള്ള കാര്യമാണ് ഡൗട്ട്. either നന്ദൻ or ഷിജിൻ or സുധീർ. ഇതിൽ ഒരാളായിരിക്കാം. സുധീർ, സുജിൻ, നന്ദൻ, വൺ ഓഫ് ദീസ് ഗൈസ്. ആരാന്ന് കമൻറ്റ് സെക്ഷനിൽ പറയല്ലേ. ഞാൻ മറ്റേ ഡീകോഡിങ് വീഡിയോ കാണട്ടെ. ഞാൻ ഒന്നുകൂടെ ആക്ച്വലി സിനിമ കാണുന്ന സമയത്ത് എഴുതി വെച്ച് അനലൈസ് ചെയ്യണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോപ്പറായിട്ട് സൊല്യൂഷൻ കിട്ടിയാണ്. I really like this movie, man. Phenomenal movie. I love it. And I'll watch a decoding video ഉണ്ടാവും തോന്നുന്നു. സൊല്യൂഷൻ ആരാണ് ചെയ്തതെന്ന് അറിയുന്നത്, അത് ഞാൻ ഉടനെ കാണുന്നതായിരിക്കും. So yeah, that would be interesting actually. So maybe
Right. Yeah. This is a phenomenal movie. I really like this movie. And 12 Angry Men ഞാൻ കണ്ടിട്ടില്ല, but I think I'll probably watch it. Let's see. ആൻഡ് ആ ഒരു കോൺവെർസേഷൻസ് അധികം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം മീൻസ് ഭയങ്കര സിനിമാറ്റോഗ്രഫി ഇല്ല, അധികം മ്യൂസിക് ഇല്ല, പക്ഷേ ആവശ്യത്തിനുള്ള മ്യൂസിക്, ആ ഒരു മ്യൂസിക് ഭയങ്കരമായിട്ട് നമുക്ക് ഹിറ്റാവുന്ന മ്യൂസിക്കാണ് ആ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട്. നമുക്ക് ഓൾസോ സിംബോളിക്കായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ എൻവയോൺമെൻറ്റ് ചേഞ്ച് ആവുന്നത് പയ്യെ. ആദ്യം ബ്രൈറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യണു, പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കുന്നു, കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ ഓൾ ഓഫ് എ സഡൻ മറ്റേ ആ ഒരു എന്താ പറയുക, ഹരി വന്ന് പറഞ്ഞതിന് ശേഷം കാർമേഘം കറക്കുന്നു, ഇത് ചേഞ്ച് ആവുന്നു, അവരുടെ ഒപ്പീനിയൻസ് മാറുന്നു, ആ മഴ പെയ്യുന്നു. സിംബോളിക്കായിട്ടുള്ള എൻവയോൺമെൻറ്റ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, മ്യൂസിക് പ്രോപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ആ ഒരു എല്ലാ ആൾക്കാരുടെയും ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് പാർട്ട് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലെങ്കിലും പയ്യെ പുറത്ത് വരുന്നത് അവർ കറക്റ്റ് ആ ഡയലോഗ്സിലൂടെ കാണുന്നുണ്ട്. എസ്പെഷ്യലി ലാസ്റ്റ് വിനയുടെ ആ ഒരു റിവീൽ കൂടി ആയപ്പോൾ ആൻഡ് എങ്ങനെയാണ് അഞ്ജലി ഫീൽ ചെയ്തതെന്നൊക്കെ പ്രോപ്പറായിട്ട് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എങ്ങനെ നടക്കുന്നു ഉള്ളത് അവർ നല്ല രീതിയിൽ ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹോൾ സിനാരിയോ അഞ്ജലി ഫേസ് ചെയ്ത ആ ഒരു പ്രോബ്ലം. ജനറലി ഇപ്പം ഒരു കോർപ്പറേറ്റ് ഓഫീസിലാണെങ്കിൽ കൂടിയും ഇപ്പോൾ ലൈക്ക് ലെറ്റ്സ് റൈറ്റ്, ഇപ്പോൾ നമ്മൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലൊക്കേഷനിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് വീണ്ടും വർക്ക് ചെയ്യാൻ നമുക്ക് ഒരു സെയിം ഫീലിംഗ് ആയിരിക്കില്ല. ബിക്കോസ് യു ഓൾറെഡി ഹാവ് സം ട്രോമ ഇൻ ദർ, റൈറ്റ്? ഇപ്പോൾ എന്താ പറയുക, ലൈക്ക് ഇഫ് എ ബോസ് ഡിഡ് സംതിങ് ലൈക്ക് ദാറ്റ് ടു ദർ എംപ്ലോയി, ദെൻ എംപ്ലോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയിക്ക് പിന്നെ അവിടെ സസ്റ്റെയിൻ ചെയ്യുന്ന കാര്യം കുറച്ച് പാടായിരിക്കും. ബിക്കോസ് പീപ്പിൾ വിൽ നോട്ട് സീ ഹർ ദ സെയിം വേ, റൈറ്റ്? ആ ഒരു ഹോൾ ലൊക്കേഷൻ വിൽ ബിക്കം എ ട്രോമ സ്പേസ്. സോ അതെങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് കാര്യം അഞ്ജലി കറക്റ്റായിട്ട് പോർട്രേ ചെയ്തു. ആക്ടിങ് എല്ലാവരുടെയും നല്ല രീതി ചെയ്തിട്ടുണ്ട്. വിനയുടെയും ആക്ച്വലി എന്താ, വിനയുടെ ക്യാരക്ടർ നമ്മൾ വെറുത്തുവെങ്കിലും വിനയുടെ ആക്ടിങ് കൊണ്ടാണ് നമ്മൾ വെറുപ്പിച്ച് തോന്നിയത്. പിന്നെ അജിയൊക്കെ ലൈക്ക് പുള്ളിക്കാരൻ്റെ ആ ഒരു ഇത് മാറുന്നത്, ഐ മീൻ yeah. Okay, very nice. Right. That'll be it for this video guys. That is a really good video. I really like it. Yo, why did 12 Angry Men? Okay, so what is 12 Angry Men? Indian courtroom drama which has 12 different people, males struggling with a murder case involving Puerto Rican boy that seems, ഇത് murder case ആണ്. Very interesting. 9 out of 10. Rotten Tomatoes 100%. Okay, അപ്പോൾ ഇത് കാണണം. Okay, we'll check 12 Angry Men out as well. Okay, yeah, that'll be it for this video guys. Any other movies that you want me to react to, let me know in the comment section, or trailers or anything associated with movies we'll do. Any breakdown videos, that we will do. Okay, that'll be it. Until I see you guys next video. Good night and goodbye.